കോഫി ഇടലും പോവാ, മറ്റേ അവിടെ പോയിട്ട് മറ്റേ ലാറ്റെ മറ്റേ കാപ്പച്ചിനോ എന്നൊക്കെ കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര സംഭവമാണ്. അപ്പം ഞാൻ ഒരു ദിവസം ഇത് സാധനം കാപ്പച്ചിനോ എടുത്ത് കുടിച്ച് തുപ്പിയിട്ട് ഇതാണോ ഇതിനാണോ ഇത്രയും കാപ്പച്ചിനോ എന്നൊക്കെ പറയുന്നത്. അപ്പം ക്ലാസ്സിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ 6ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുമ്പോൾ കോഫിയുടെ കോഫിയുടെ ഐ ലവ് കാപ്പച്ചിനോ. അപ്പോൾ അവർ പറയും കാപ്പച്ചിനോ, ഓ മീ ടു, ഐ ജസ്റ്റ് ലവ് കാപ്പച്ചിനോ ദേർ. അപ്പോൾ ആടൊക്കെ പിടിച്ചു നിൽക്കുകയാണ്. എന്നിട്ടാണെങ്കിൽ ഇത് കുടിക്കാൻ പറ്റില്ല. അപ്പോൾ ഭയങ്കര കയ്പും ഈ സാധനം. പക്ഷേ എന്നിട്ട് ഞാൻ ഉപദേശിക്കുന്ന ആൾക്കാർ എപ്പോഴും നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാർ ഞാൻ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഇവരെന്തെങ്കിലും ആയിട്ടാണ് ഇവർ ഉപദേശിക്കുന്നത്. ഒന്നായിട്ടില്ല. അപ്പൊ നമുക്ക് തോന്നി ഗതിയില്ലാത്ത, പണ്ട് നമ്മൾ മറ്റേ പടത്തിലൊക്കെ ഈ ഗതിയില്ലാത്തവനൊക്കെ നമ്മളെന്തിനാണ് അവൻ പറയുന്ന പോലെ ഉപദേശം പറഞ്ഞാൽ ഞാൻ കേൾക്കേണ്ടി വരുന്നില്ല പഠിച്ചോന്നുള്ള അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞാൻ പലപ്പോഴും ഇരുന്നിട്ടുണ്ട്. ഞാനൊരു സ്ഥലത്ത് ഒരു പിള്ളേരുള്ള ഇരിക്കുന്ന സ്ഥലത്ത് പോയപ്പോ ഞാൻ ചോദിച്ചു, കുട്ടികൾ അവർ ചെറിയ പിള്ളേരാ +2 എത്തിയപ്പോ ചോദിച്ചു, ഇതിനാ പഠിക്കുന്നതെന്ന് വെച്ചു. പൈസ കിട്ടാക്കാൻ ജോലി ചെയ്യാൻ, ഇതിനാ ജോലി ചെയ്ത് എന്ത് ചെയ്യാനാ, കല്യാണം കഴിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതൊരു ഇത് നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന സാധനങ്ങളാണല്ലോ, കല്യാണം കഴിക്കുക, അതിനുശേഷം കുട്ടിയാകും. നമ്മളതേ ചെയ്യുന്ന വന്ന ആൾക്കാരാണ്. അപ്പോൾ പക്ഷേ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെ പോസ്റ്റ് മാരേജ്, എങ്ങനെ റിലേഷൻഷിപ്പ് കൊണ്ടുപോകണമെന്നും അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ പലരും പറയും അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, കെയറിങ് ആയിരിക്കണം. അടിസ്ഥാനപരമായിട്ട് ഇഷ്ടമില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതൊന്നും ഇല്ലെങ്കിൽ, ഇഷ്ടം, പ്രണയം അല്ലെങ്കിൽ ഒരു കമ്പാനിയൻഷിപ്പ് ഡെവലപ്പ് ചെയ്തില്ലെങ്കിൽ ഇതൊന്നും സസ്റ്റെയിൻ ചെയ്യില്ല, ഇത് നിലനിന്ന് പോകും.